നമസ്കാരം, ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മറിയപ്പള്ളിയിലാണ്. ഇവിടെ വലിയൊരു അത്യപൂർവമായ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പഞ്ഞനിക്കര തീർത്ഥാടകർക്ക് കഴിഞ്ഞ 13 വർഷമായി വീട്ടുമുറ്റത്ത് പന്തലൊരുക്കി ഇവിടെ ഭക്ഷണവും വെള്ളവും അടക്കം വിതരണം ചെയ്യുകയാണ് മറിയപ്പള്ളിയിലെ ഒരു കുടുംബം. മറിയപ്പള്ളി പുരയ്ക്കൽ വൈഷ്ണവും വീട്ടിൽ ഷാജി ലാലും ഭാര്യ അപർണയും മക്കളായ ഗായത്രിയും പവിത്രയും ഒപ്പം ഇവിടെയുള്ള അവരുടെ കുടുംബാംഗങ്ങളും ചേർന്നാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു സേവനം ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനം കൂടിയാണ്. മതസൗഹാർദ്ദത്തിൻ്റെ ഈ ഒരു കാലത്ത് ഇത്തരത്തിൽ വലിയൊരു വിഭാഗീയ ചേരിതിരിവുകൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിന് വളരെ സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ മനസ്സിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ് ഇവരിവിടെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ കുടുംബനാഥനായ ഷാജി ചേട്ടൻ ചേരുന്നു. ചേട്ടാ, എന്താണ് ഇങ്ങനൊരു ഇത്തരം ഒരു സേവനം കഴിഞ്ഞ 13 വർഷമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു അതിൻ്റെ പുറകിൽ കഥയൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ കേട്ടോ, എന്തായിരുന്നു ഈ ഒരു സംഭവം? കഥയെന്ന് ഉള്ളതല്ല, എന്നാലും നമ്മൾ ഈ യാത്ര പോകുന്ന ആൾക്കാർക്ക് അത്യാവശ്യമായ സൗകര്യങ്ങൾ നമ്മൾ കൊടുക്കും, പ്രത്യേകിച്ചും തീർത്ഥാടകരായിട്ടുള്ളവർക്ക്. ഇല്ല, നമ്മൾ ഈ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ആളുകൾ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ഒരു വീട്ടുമുറ്റത്തൊരു പന്തലൊക്കെ ഇട്ട് അതെങ്ങനെ എന്താ അങ്ങനെ ഒരു നമ്മൾ സാധാരണ ശബരിമലയ്ക്കൊക്കെ പോകുമ്പോൾ യാത്രയ്ക്ക് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കും. ഇപ്പം ഇവിടെയാണ് നമ്മുടെ മേളിൽ സ്ത്രീകൾക്ക് കിടക്കാൻ പിന്നെ ടോയ്ലറ്റ് സംവിധാനം, താഴെ നമ്മൾ കിടക്കാനുള്ള സംവിധാനങ്ങൾ, ഇതൊക്കെ ഒരു നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇത് എത്ര വർഷമായിട്ട് നമ്മൾ ചെയ്യുന്നത്? ഇപ്പോൾ നമ്മളിപ്പം 13 വർഷമായിട്ട്. 13 വർഷമായിട്ട് ഇവിടെ ആളുകൾ വരുന്നവർക്ക് എന്തൊക്കെയാണ് കൊടുക്കുന്നത്? ഇന്നിപ്പോൾ നമ്മൾ മറ്റേ ചായ, സ്നാക്സ്, പിന്നെ നമ്മുടെ ജ്യൂസ്, പിന്നെ കഞ്ഞി, പിന്നെ മറ്റ് കിടക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ. നമ്മൾ ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ? ഇങ്ങനെ നമ്മുടെ ഒരു കുടുംബാംഗങ്ങൾ എല്ലാം തന്നെയുണ്ട്. ചേട്ടനുണ്ട്, പിന്നെ എൻ്റെ സഹോദരന്മാർ ഉണ്ട്, അനൂപ്, അപ്പു, പിന്നെ അമ്മയുടെ അനിയത്തിമാരുണ്ട്, അവരുടെ മക്കളുണ്ട്, ഒരു കുടുംബമുണ്ട്. പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ബാക്കി തൊഴിലാളികൾ എല്ലാവരും തന്നെ പൂർണ്ണമായിട്ടും ഇതിനകത്ത് സഹകരിക്കുന്നത്. ഞാൻ ചാർട്ടേഡ് എഞ്ചിനീയറാണ്, ബിൽഡറാണ്. അപ്പോൾ ഇത് 13 വർഷമായിട്ട് നമ്മളിങ്ങനെ തുടരുകയാണ് അല്ലേ? അത് ആദ്യം ചെറുതായിരുന്നു, പിന്നെ ഇപ്പോൾ കുറച്ചുകൂടെ ഞാൻ ഇങ്ങനെ കേട്ടൊരു വൈദികൻ വന്നെന്തോ ഒരു അനുഗ്രഹം നൽകി, അതിനുശേഷമാണ് ഇങ്ങനെ കൂടുതൽ സജീവമായതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. തീർച്ചയായിട്ടും വരാറുണ്ട്, സ്ഥിരമായിട്ട് വരുന്ന ഓരോ ഏരിയയിൽ നിന്ന് വരുന്നവരുണ്ട്. നമുക്ക് വൈദികരായിട്ടുള്ള ഇപ്പോഴും വരും, എന്ന് വൈകുന്നേരം വന്ന് നമുക്ക് പ്രാർത്ഥിക്കും. അതൊക്കെ നമ്മുടെ ഒരു സന്തോഷം എന്നുള്ളത്. ഇത് എത്ര വർഷം? 13 വർഷമായിട്ട് തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയുണ്ട്? വീട്ടുകാരുടെ പൂർണ്ണമായ സപ്പോർട്ട്, ഭാര്യ, കുടുംബാംഗങ്ങൾ, ഒപ്പം ഞങ്ങളുടെ മൊത്തത്തിലുള്ള എല്ലാവരുടെയും ഫാമിലി മെമ്പേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട്. പിന്നെ അതുപോലെ പുറത്തുള്ള ആൾക്കാരുടെ സപ്പോർട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കളായ ആൾക്കാരുടെ, പ്രത്യേകിച്ച് നമ്മുടെ JCസിലും ലൈൻസിലൊക്കെ ഉള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ബെറ്റി കെ കുര്യൻ, അവരൊക്കെ നമ്മുടെ സ്ഥിരം നമ്മുടെ ഒരു ആൾക്കാരാണ്. പിന്നെ നമ്മുടെ വീട്ടിലുള്ളവരും അവർ എല്ലാ തരത്തിലും നമ്മുടെ സഹകരണം ഉണ്ടോന്നാണ് ഇതിങ്ങനെ ഇത്ര ഭംഗിയായിട്ട് നടക്കുന്നത്. അപ്പോൾ ഈ നമ്മളിപ്പോൾ ഇവിടെ എന്തൊക്കെ ഈ വീട്ടുകാരുടെ ഫാമിലി അതൊക്കെ പറഞ്ഞു, ഇപ്പോൾ ആളുകൾ സ്ഥിരമായിട്ട് വരുന്ന ആളുകളാണോ, അതോ എങ്ങനെയാണ് ഇവിടെ ക്രമീകരണങ്ങൾ? ഏതൊക്കെ സമയത്താണ് നമ്മൾ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്? ഒരു 12 മണി മുതൽ രാത്രി 8 മണി വരെ. അപ്പോൾ വരുന്നവർക്ക് ഇവിടെ റെസ്റ്റ് എടുക്കാം, ചെറിയ കിടക്കാം, ആണുങ്ങൾക്ക് കിടക്കാം, പെണ്ണുങ്ങൾക്ക് കിടക്കാം. പിന്നെ ഇവിടെ ബാത്റൂമിനുള്ള ഫെസിലിറ്റി ഉണ്ട്, ഈ കഞ്ഞിയുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവരിങ്ങനെ ഒരു ഫ്ലോ ആണ്. ദേശം ഇങ്ങനെ ഒരു 10,4,500 പേര് നമ്മളിവിടെ പാർട്ടിസിപ്പേറ്റ് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അവർക്ക് ആവശ്യമുള്ള ഇവിടെ കയറി റെസ്റ്റ് എടുത്തിട്ട് പോകാം. എല്ലാം കഞ്ഞിയുണ്ട്. എൻ്റെ പേര് അനൂപ് എന്നാണ്. അതെ. ഓക്കെ, ഏതായാലും ഇവിടെ കഞ്ഞി വിതരണമുണ്ട്, ഒപ്പം ഭക്ഷണം, ബിസ്ക്കറ്റ്, അതുപോലെ വെള്ളം, കാപ്പി, എല്ലാ സൗകര്യങ്ങളും ഇവിടെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ വീട്ടുമുറ്റത്തൊരു പന്തലിട്ടാണ് ഈ തീർത്ഥാടകർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഈ കുടുംബാംഗങ്ങൾ ഒരുക്കി നൽകിയിരിക്കുന്നത്. ഇവിടെ ഈ കുട്ടികളടക്കമുള്ളവർ ഇവിടെ ഇതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. പഞ്ഞനിക്കര തീർത്ഥാടകർ കിലോമീറ്ററുകളോളം നടന്നെത്തുന്ന ഈ തീർത്ഥാടകർക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം ഇവിടെ ഒരുക്കി നൽകിയിരിക്കുന്നത്. ഈ വീഡിയോ ദൃശ്യങ്ങളിൽ നമുക്കിത് കാണാം. കഴിഞ്ഞ 13 വർഷമായി ഒരു കുടുംബം ഇത്തരത്തിലിവിടെയുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്യുന്നതായാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇവരെല്ലാവരും ഇവിടെ ഉണ്ട്. ഈ ജോലിക്കാരടക്കമുള്ളവർ ഇവിടെ നിന്ന് ഈ ഒരു വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് നടത്തുന്നത്. ഈ കെട്ടിടത്തിനുള്ളിൽ ഇവർക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളുണ്ട്. അതുപോലെ തന്നെ പന്തൽ ഇട്ട് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട്. കിലോമീറ്ററുകളോളം നടന്നെത്തുന്ന തീർത്ഥാടകർക്ക്, മഞ്ഞനിക്കര തീർത്ഥാടകർക്ക് വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള സൗകര്യങ്ങളെല്ലാം അടക്കം ഇവിടെ ഒരുക്കി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ 13 വർഷം മുമ്പ് ഒരു ചെറിയ തോതിൽ വെള്ളവും ഭക്ഷണവും അടക്കമുള്ള കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ക്രമീകരണങ്ങൾ ആരംഭിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു വർഷം മഴ വന്ന സമയത്ത് ഇവിടെ ഒരു വൈദികൻ വന്ന് കയറി നിൽക്കുകയും തുടർന്ന് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാണ് ഈ കുടുംബം പറയുന്നത്. ഇതിനുശേഷമാണ് ഇത്തരത്തിലൊരു ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്. നമ്മുടെ ഗൃഹനാഥ ചേച്ചി, ഇവിടുത്തെ ഗൃഹനാഥയല്ലേ?
എങ്ങനെയാണ് ഇത്തരം ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനമാണല്ലോ? നമ്മൾ സാധാരണ ആളുകളൊന്നും ഇങ്ങനെ വെള്ളം കൊടുത്തു വിടുമെന്നുള്ളതല്ലാതെ വീട്ടുമുറ്റത്ത് ഇത്തരം ഒരു പന്തലക്കിയിട്ട് എങ്ങനെയാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്? അത് ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എല്ലാവരുടെയും സഹകരണം ഉണ്ട് അതിന് വേണ്ടിയിട്ട്. ഇപ്പം ആദ്യം തുടങ്ങിയപ്പം വളരെ ചെറിയ രീതിയിലാണ് തുടങ്ങിയെങ്കിലും പിന്നീട് ഓരോ വർഷവും അത് വിപുലീകരിച്ച് ഇപ്പം 3 മണിയാകുമ്പോൾ കാപ്പി, ജീരവെള്ളം, അങ്ങനെ ജ്യൂസ്, പിന്നെ സ്നാക്സ് അങ്ങനെയായിട്ട് തുടങ്ങി. പിന്നീട് അത് ഒരു 6 മണിയാകുമ്പോഴത്തേക്കും കഞ്ഞിയും പയറ്, പിന്നെ ചമ്മന്തിപ്പൊടി, ചമ്മന്തി, അങ്ങനെ പറ്റുന്നത്ര ഭംഗിയായിട്ട് ആദ്യമൊക്കെ തന്നെ ഉണ്ടാക്കുമായിരുന്നു. പിന്നീട് ഇപ്പൊ സഹായിക്കാൻ ഒത്തിരി പേരായി. ഒരു ദിവസം എത്ര പേര് ഏകദേശം വരുന്നുണ്ടോ? നമുക്ക് ഇവിടെ ഇതിനകത്ത് കയറി ഇറങ്ങിപ്പോകുന്ന 10,000-ഓളം ആൾക്കാർ പോകുമായിരിക്കും. പക്ഷെ ഒരു 700-750 പേര് ഓളം കഞ്ഞി കുടിച്ച് ഇവിടെ വീട്ടിൽ ഞങ്ങളുടെ ഒരു മുറി ഒഴികെ ബാക്കി മുഴുവൻ ഭാഗത്തും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നൈറ്റ് ഔട്ട് അവിടെ സ്റ്റേ ചെയ്ത് രാവിലെ നമ്മൾ കോഫിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുക. ഒരു വെളുപ്പിനെ 4 മണിക്കോ 3 മണിക്കോ എഴുന്നേറ്റ് കോഫിയും കുടിച്ചിട്ട് അവർക്ക് പോകാവുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങൾ. ബാത്റൂമിൽ പോകാനുള്ള പ്രൊവിഷൻ, വെളിയിൽ നിന്ന് ബാത്റൂം 2 ബാത്റൂം അതിനായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ബെഡ്റൂം കിടക്കാനുള്ള സൗകര്യമായിട്ടുള്ള സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ആ ഹാള് പെർമനന്റ് ആയിട്ട് ഫിക്സ് ചെയ്യാണ്. ഇതിപ്പം ടെമ്പററി ആയിട്ട് ഇപ്പം ഈ ഒരൊറ്റ ദിവസത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ റെഡി പന്തലിട്ടിരിക്കുന്നതാണ്. ബാക്കിയുള്ള ആ സെറ്റപ്പ്, അതിനകത്തുള്ള സെറ്റപ്പ് ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ പെർമനന്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് ഒരു വലിയ പ്രവൃത്തിയാണ് സത്യം പറയാൻ. തീർച്ചയായിട്ടും അതിനൊക്കെ ചെയ്യാനുള്ള ഒരു അനുഗ്രഹം ഭഗവാൻ തന്നു എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. നേരത്തെ ഞാനിങ്ങനെ എന്നോട് ഒരു സാറ് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഈ ഇവിടെ ഒരു മഴ വന്ന സമയത്ത് ആരോ ഒരു വൈദികൻ കയറി ചെയ്യുന്നു, അതിനുശേഷമാണ് ഇങ്ങനെ വിപുലമായ രീതിയിൽ ക്രമീകരണം ഒരുക്കിയെന്ന് പറഞ്ഞു. അത് വർഷങ്ങൾക്ക് മുമ്പ് 2011 ഞങ്ങൾ ആദ്യം കുറച്ച് ജ്യൂസ് മാത്രം കൊടുക്കുന്ന ഒരു പരിപാടിയേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞ് അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പം ഒരു പള്ളിയിലച്ഛനും 10-30 പേരോളം കയറി വന്നു. അവർക്ക് മഴ കാരണം ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം. അപ്പോൾ ഉള്ള സാഹചര്യത്തിൽ അന്ന് ഉണ്ടായിരുന്ന ഭക്ഷണവും കൊടുത്ത് അവർക്ക് ഉള്ള സാഹചര്യത്തിൽ ഇവർ പോയി പായും എല്ലാം എടുത്തുകൊണ്ട് വന്ന് ആ മുറിക്കകത്ത് ഉള്ള സജ്ജീകരണം കൊടുത്തു. അതിനുശേഷം പിറ്റേ വർഷം അച്ഛൻ വിളിച്ച് ചോദിച്ചു, ഇത്തവണ ഉണ്ടോ നിങ്ങൾ? അപ്പോൾ പറഞ്ഞു തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് പറഞ്ഞു. അതിനുശേഷം തുടർന്ന് ഇങ്ങനെ ഈ ഒരു സ്ഥലം നമുക്ക് വിശ്രമത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരുപാട് ആളുകൾ വരുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. വർഷങ്ങളോളം സ്ഥിരമായിട്ട് വരുന്നവരുണ്ട്, സ്ഥിരമായിട്ട് താമസിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ അറിയാം ഇങ്ങനെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അവരുടെ പള്ളിയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും സ്ഥിരമായിട്ട് 10-12 വർഷമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ചേച്ചി പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് അപർണ. എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഞാൻ ട്രഷറി ഓഫീസറായിട്ട് കോട്ടയം. ഏതായാലും വലിയൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഇത്ര ഒരുപാട് ആൾ 10,000-ഓളം ആളുകൾ വരുന്നുണ്ട്. അവർക്ക് 700-ഓളം പേർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇത്തരം ഒരു ദിവസത്തിൽ വലിയൊരു അനുഗ്രഹം ഉണ്ടാകട്ടെ. ഏതായാലും നിരവധി ആളുകൾ, ഇപ്പോൾ നമുക്ക് ഇവരുടെ വീട് കാണാം. ഈ വീടിൻ്റെ ഭാഗത്തെല്ലാം ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ബാഗ് അടക്കമുള്ളവ വെച്ച് വിശ്രമിക്കുന്ന ക്രമീകരണങ്ങൾ, ഇവർക്ക് ഇന്ന് രാത്രി കഴിയുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ അടക്കം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിരവധി ആളുകളാണ് ഇവിടെ ഭക്ഷണം കഴിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും അടക്കം ഇവിടെ എത്തിച്ചേരുന്ന സാഹചര്യമുള്ളത്. ഇവിടെ ഈ വീടിനുള്ളിൽ അതിനുള്ള ക്രമീകരണങ്ങൾ, ബാത്റൂമിൽ പോകുന്നതിന്, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന്, വിശ്രമിക്കുന്നതിന്, ഇന്ന് രാത്രി മുഴുവൻ ഇത്രയും കിലോമീറ്ററോളം ദൂരം നടന്നു വന്ന ആളുകൾക്ക് ഇവിടെ വിശ്രമിക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളടക്കം ഇവിടെ ഒരുക്കി നൽകിയിട്ടുണ്ട്. ഏതായാലും മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഈ ഒരു കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ കഴിഞ്ഞ 13 വർഷമായി ഇവർ ഇത്തരത്തിലൂടെ ഒരു പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഈ വളരെ മാതൃകാപരമായൊരു രീതിയിൽ ഈ ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒരു മത സൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രതീകം കൂടിയായിട്ടാണ് ഇപ്പോൾ ഈ കുടുംബം മാറിയിരിക്കുന്നത്. കോട്ടയം മറിയപ്പള്ളിയിലാണ് ഇത്തരത്തിൽ മഞ്ഞനിക്കര തീർത്ഥാടകർക്ക് കഴിഞ്ഞ 13 വർഷമായി ഇവർ ക്രമീകരണങ്ങൾ ഒരുക്കി നൽകിക്കൊണ്ട് ഭക്ഷണവും വെള്ളവും അടക്കമുള്ളവ, കഞ്ഞി അടക്കമുള്ളവ കൊടുത്തുകൊണ്ട് ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്. ഇവിടെ ഇതിനുവേണ്ടി മാത്രം താൽക്കാലികമായൊരു ഷെഡ് ക്രമീകരിച്ച് കിച്ചൺ, അടുക്കള അടക്കമുള്ളവ ഒരുക്കി ഇവർക്ക് വിശ്രമിക്കാനുള്ള ക്രമീകരണങ്ങളും അതുപോലെ തന്നെ ഭക്ഷണവും കഞ്ഞിയും അടക്കമുള്ളവ ഒരുക്കി നൽകുന്ന ഏറെ മാതൃകാപരമായൊരു പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ പന്തൽ ഒരുക്കിയിട്ടുണ്ട്, വീട് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വീട്ടിലെ വീടിലെ മുറികൾ, ബാത്റൂം അടക്കമുള്ളവ ഒരുക്കി നൽകിയിട്ടുണ്ട്. പുറത്തുള്ള ആളുകളെ പ്രവേശിപ്പിക്കാൻ പലരും വിമുക്തത കാട്ടുമ്പോഴാണ് ഇത്തരത്തിൽ മഞ്ഞനിക്കര തീർത്ഥാടകർക്ക് പോകുന്നതിനുള്ള വാഹനമടക്കം അല്ലെങ്കിൽ ഭക്ഷണമടക്കം വെള്ളമടക്കം ഒരുക്കി നൽകിക്കൊണ്ട് ഈ ഒരു കുടുംബം ഈ ഒരു പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളികളായിരിക്കുന്നത്. ഏതായാലും നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളതൊരു ചെറിയ ചടങ്ങല്ല. വളരെയധികം ആളുകൾ ഇവിടെ എത്തി ഇവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇവരുടെ സേവനം ഭക്ഷണം അടക്കമുള്ളവ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മറിയപ്പള്ളി പുത്തൻപുരയ്ക്കൽ വൈഷ്ണവം വീട്ടിൽ ഷാജിലാലും ഭാര്യ ജില്ലാ ട്രഷറി ഓഫീസറായ അപർണയും കൂടിയാണ് ഇത്തരത്തിലൊരു വലിയ പ്രവർത്തനങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഇവർക്ക് ഈ വിഷയത്തിൽ ഇവരുടെ ബന്ധുക്കൾ അടക്കമുള്ളവർ
അടക്കമുള്ളവർ പിന്തുണയുമായി രംഗത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിരവധി ആളുകളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. നിരവധി ആളുകളാണ് വാഹനങ്ങളിലും അല്ലാതെ നടന്നും അടക്കം ഇവിടെ എത്തി ഈ ഒരു ഭക്ഷണ പരിപാടിയുടെ ഭാഗമായി പങ്കാളിയായിരിക്കുന്നത്. ബന്ധുക്കൾ അടക്കമുള്ളവർ ഇവർക്ക് പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെയുള്ള വലിയ തിരക്ക് തന്നെ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. കൂടുതൽ ആളുകൾ എത്തി ഇവിടെ വിശ്രമിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും മതത്തിൻ്റെ പേരിൽ പലരും തമ്മിൽ തള്ളുകയും വെട്ടിക്കീറുകയും ചെയ്യുന്ന ഒരു കാലത്താണ് ഇത്തരത്തിൽ വർഗീയത പുലർത്തുന്ന അല്ലെങ്കിൽ വർഗീയപരമായ കമന്റുകൾ അടക്കമുള്ള പല വാർത്തകളുടെ പിന്നിലും അതിൽ നിന്നും നമ്മൾ കാണുന്നുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഏറെ മാതൃകാപരമായി ഒരു കുടുംബം പഞ്ഞിനിക്കര തീർത്ഥാടകർക്ക് ഭക്ഷണം അടക്കം നൽകിക്കൊണ്ട് കൂടുതൽ സേവന തൽപരരായി മുന്നോട്ട് വരുന്നത്. ഈ കോട്ടയം മറിയപ്പള്ളിയിൽ നിന്നാണ് ഇത്തരമൊരു കാഴ്ച കാണാൻ സാധിക്കുന്നത്. വരും വർഷങ്ങളിലും ഇവർക്ക് സജീവമായി തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് കോട്ടയം മറിയപ്പള്ളിയിൽ നിന്നും ടീം ജാഗ്രത.